എന്താണ് ഈ സെക്ഷൽ പെർഫോമൻസ് ആൻസൈറ്റി? സെക്ഷൽ പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നെ കാണിക്കാവുന്ന ഒരു കേസാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ജിമ്മിലൊക്കെ പോയി നല്ല രീതിയിൽ മസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല പക്ക ബോഡിയിൽ ഒരാള്, ഒരു പ്രശ്നവുമില്ല. ആള് വന്നിട്ട് എൻ്റെ അടുത്ത് കരയാണ്, ഉദാഹരണക്കുറവിന്റെ പ്രശ്നം പറഞ്ഞാണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഉദാഹരണക്കുറവ് വന്നു, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അതുവരെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ സ്വയംഭോഗം ചെയ്തു നോക്കി, ആ സമയത്ത് എനിക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ സെക്സ് ബന്ധപ്പെട്ട മുതൽ തന്നെ എനിക്ക് പറ്റുന്നില്ല, അന്ന് മുതൽ തന്നെ ഞാൻ ഫെയിലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ സെക്ഷൽ പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറയാം. അതായത് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഫിസിക്കലി ഒരു അസുഖങ്ങളും ഇല്ല, മറ്റെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇവർക്ക് സംഭവിച്ച ഒരു പ്രശ്നം എന്താണ്? ആദ്യത്തെ പ്രാവശ്യം ബന്ധപ്പെടുന്ന സമയത്ത് അവർ ഫെയിലായി പോയി. അപ്പൊ ഇങ്ങനെ ഫെയിൽ ആയതോടുകൂടി അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോൺഫിഡൻസ് അങ്ങ് ഡൗൺ ആയി. പിന്നെ അവരുടെ ഉള്ളിലൊരു തോന്നലാ, ഇനി എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ, അതല്ലെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റുമോ, ഇനിയും ഞാൻ ആ കിടപ്പറയിൽ പോയി ആ കുട്ടിയുടെ മുന്നിൽ നാണം കെടേണ്ടി വരുമോ, ഇതിന്റെ ഇത്രയും വലിയൊരു ശരീരവും പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നുമില്ല. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് സെക്ഷൽ പെർഫോമൻസ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ ഉദാഹരണക്കുറവാണ്, സൈക്കോളജിക്കൽ ED നമ്മൾ പറയും. അവർക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്സിനെ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമ്മൾ വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ആ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിന്, അവരെ കൂളാക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിന്, അതുപോലെ തന്നെ ബന്ധപ്പെടുന്നതിന്റെ മുന്നേ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിന്, ഈ രീതിയിൽ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കേസിലും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെക്ഷൽ പെർഫോമൻസ് ആൻസൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണെന്ന് വിചാരിച്ചിരിക്കേണ്ട, ഞങ്ങളുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഹോമിയോപ്പതി ഡോക്ടറെ കാണിക്കാവുന്നതാണ്.